അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന ഭാഗമാണ്. ഇപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചത്. ഇനി പാർട്ട് 2 ആയിട്ട് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അത് എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുൻപേ +1ലും +2ലും എന്തിന് ഹൈസ്കൂൾ തലം മുതൽ തന്നെ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ അത് ജസ്റ്റ് ഒരു റിവിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഗ്രി വൈസ് വരുന്ന നെക്സ്റ്റ് സെക്ഷൻ ഓൺവേർഡ്സ് ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ അതായത് റിഡോക്സ് റിയാക്ഷൻസ് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്ന പല റിയാക്ഷൻസും ലൈക്ക് ദ ബേണിംഗ് ഓഫ് കെറോസിൻ, ബേണിംഗ് ഓഫ് കുക്കിംഗ് ഗ്യാസ്, ദെൻ വേരിയസ് ബയോകെമിക്കൽ പ്രോസസ്സസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി, അതുപോലെ നമ്മുടെ ഓൾസിൽ നിന്നൊക്കെ മെറ്റൽസും നോൺ മെറ്റൽസും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്, ഇതൊക്കെ ഈ പ്രോസസ്സുകളിലൊക്കെ ഓക്സിഡേഷൻ റിഡക്ഷൻ തന്നെയാണ് പലതിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻലി 2 കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. 2 കൺസെപ്റ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഓക്സിഡേഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോണിക് കൺസെപ്റ്റ്, ഓർ എക്സ്പ്ലെയിൻ റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോണിക് കൺസെപ്റ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഓക്സിഡേഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്, എക്സ്പ്ലെയിൻ റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്. അപ്പോൾ ഈ 2 കൺസെപ്റ്റുകളും വ്യത്യസ്തമായി എന്താണ് അതിലത്തെ വ്യത്യാസം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അപ്പോൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എ പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റം, മോളിക്യൂൾ ഓർ ആൻ അയോൺ ലോസസ് 1 or more electrons is called an oxidation, and a process in which an atom, molecule or ion gains 1 or more electrons is called a reduction. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ലോസ് ആണ്. ഒരു ആറ്റത്തിനോ ഒരു അയോണിനോ അല്ലെങ്കിൽ മോളിക്യൂളിനോ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുമ്പോഴാണ് ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. എന്നാൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ ഒരു ആറ്റത്തിനോ ഒരു മോളിക്യൂളിനോ അല്ലെങ്കിൽ അയോണിനോ ഒക്കെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് റിഡക്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ from the definition itself we can understand that an oxidizing agent is one which removes electrons from a species and thereby brings about oxidation. അതുപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാലോ ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഫ്രം എ സ്പീഷീസ് ആൻഡ് ബ്രിങ്സ് അബൌട്ട് ഇറ്റ്സ് റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിൻ്റെ ലോസ് ആണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഗെയിൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്വർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്നും പറയുന്നു. ഇപ്പോൾ 2 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വൺ, 2mg plus O2 gives 2mgO. ഇതാണ് ഇക്വേഷൻ. 2mg plus O2 gives 2mgO. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് 2 ഇക്വേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ? കാരണം എന്താ വെച്ചാൽ 2mg അത് ഓക്സിഡേഷൻ ഹാഫ് സെൽ എങ്ങനെ വരും? 2mgയിൽ നിന്ന് 2mg2 plus 4 ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ O2 plus 4 ഇലക്ട്രോൺസ് ഗീവ്സ് 2O2 മൈനസ്. അങ്ങനെയാണ് നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് എഴുതുമ്പോഴാണ് 4 ഇലക്ട്രോൺസും ക്യാൻസൽ ചെയ്തു പോയി 2mg plus O2 gives 2mg2 plus 2O2 മൈനസ്. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ റിയാക്ഷൻ ഓവറോൾ റിയാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? മെഗ്നീഷ്യത്തിൽ നിന്ന് 4 ഇലക്ട്രോൺസ് പോകുന്നു. അങ്ങനെയാണ് Mg2+ ആയിട്ട് അത് മാറുന്നത്. എന്നാൽ ഓക്സിജൻ്റെ കൂടെ 4 ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് സംഭവിക്കുന്നത്, ലൂസസ് 1 or more ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് ഇതിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറയുന്നത്. സോ O2 ബ്രിങ്സ് അബൌട്ട് ഓക്സിഡേഷൻ ഓഫ് Mg ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇവിടെ Mgക്ക് എന്ത് സംഭവിക്കുന്നു? Mgയിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ് Mg2+ കിട്ടുന്നത്. അത് നടത്തുന്നത് ആരാണ്? O2 ആണ്. അതുകൊണ്ട് O2നെ നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. ദെൻ Mg ബ്രിങ്സ് അബൌട്ട് ദ റിഡക്ഷൻ ഓഫ് O2 ബൈ ഡൊണേറ്റിംഗ് ഇലക്ട്രോൺസ് ടു ഇറ്റ്. O2ലേക്ക് 4 ഇലക്ട്രോൺസ് വന്നപ്പോഴാണ് 2O2 മൈനസ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് Mgനെ നമുക്ക് എന്ത് വിളിക്കാം? മെഗ്നീഷ്യത്തിനെ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് എന്നും വിളിക്കാം. അപ്പോൾ ഇവിടെ O2 ആണ് ഓക്സിഡൈസിങ് ഏജന്റ് ബിക്കോസ് ഇറ്റ് റിമൂവ്സ് ഇലക്ട്രോൺസ് ഫ്രം Mg ആൻഡ് Mg ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ് സിൻസ് ഇറ്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ് ടു O2.
ഓക്കെ, അപ്പോൾ ഇത് ആണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അതുപോലെ മറ്റൊരു എക്സാമ്പിളും കൂടിയും പറഞ്ഞിട്ടുണ്ട്. 2Na + Cl2 gives 2NaCl. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2Na gives 2Na++ 2 ഇലക്ട്രോൺ, Cl2 + 2 ഇലക്ട്രോൺ gives 2Cl-. അപ്പോൾ എണ്ണയിൽ നിന്ന് 2 ഇലക്ട്രോണിനെ കളയുന്നത് ആരാണ്? ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിനെ നമുക്ക് ഓക്സിഡൻ്റ് എന്ന് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് വിളിക്കാം. പിന്നെ എണ്ണയാണ് ക്ലോറിനിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഇലക്ട്രോൺസിനെയാണ് ക്ലോറിനിലേക്ക് കിട്ടുന്നത് അല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺസ് പോയി, ആ 2 ഇലക്ട്രോൺസിനെയാണ് ക്ലോറിന് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് എണ്ണയെ സോഡിയത്തിനെ എന്ത് വിളിക്കാം? റെഡ്യൂസിങ് ഏജൻറ്റും എന്നും വിളിക്കാം, അല്ലെങ്കിൽ റിഡക്റ്റൻ്റ് എന്നും വിളിക്കാം. അങ്ങനെ നമുക്ക് ഓവറോൾ റിയാക്ഷൻ വളരെ സിമ്പിൾ അല്ലേ? എണ്ണയിൽ നിന്ന് Na+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ പോയി, അപ്പോൾ ആ 2 ഇലക്ട്രോണിനെ ക്ലോറിൻ ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ 2Cl- ആയി. അപ്പോൾ നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ Na എന്ന് പറയുന്നത് ക്ലോറിന് ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ്, അതുകൊണ്ട് Na എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജൻറ്റും ആണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Na എന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യിക്കുകയാണ്, അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ ഓക്സിഡൻ്റ് ആണ്. അത്രമാത്രം. അപ്പോൾ അതാണ് നമ്മുടെ ഇലക്ട്രോണിക് കൺസെപ്റ്റ്. ഇനി അടുത്ത കൺസെപ്റ്റ് വരുന്നത് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ്. ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു എലമെൻറ്റിന് ഒരു ഫോർമൽ ചാർജ് ഉണ്ടായിരിക്കും. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോർമൽ ചാർജ് വിത്ത് ആൻ ആറ്റം ഓഫ് ദി എലമെൻറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് വെൻ ദി ഇലക്ട്രോൺസ് ഓൺ ദ ആറ്റം ഇൻ ദ മോളിക്യൂൾ ആർ കൗണ്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫോളോയിങ് റൂൾസ്. 2 റൂൾസ് ഉണ്ട്. അതായത് ദ ഇലക്ട്രോൺ ഷെയർഡ് ബിറ്റ്വീൻ 2 ലൈക്ക് ആറ്റംസ് ആർ ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ ദ ഷെയറിംഗ് ആറ്റംസ്, and the electron shared between 2 unlike atoms are counted with the more electronegative atoms. അതായത് 2 ഒരേപോലത്തെ ആറ്റംസ് ആണെങ്കിൽ അതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് 2ലേക്കും ഒരേപോലെയായിരിക്കും. എന്നാൽ ഇനിയിപ്പോൾ 2 അൺലൈക്ക് ആറ്റംസ് ആണെങ്കിൽ അതിൽ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ഏതായിരിക്കുമോ അതിൻ്റെ അടുത്തേക്കായിരിക്കും ഈ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുക. അതാണ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്. So the oxidation number may be an integer including 0 or a fraction, and oxidation numberലെ പ്ലസ് സൈൻ ഉണ്ടാവാം അല്ലെങ്കിൽ മൈനസ് സൈൻ ഉണ്ടാവാം. ഇതൊക്കെ വളരെ പണ്ടൊട്ടേ നമ്മൾ കേൾക്കണ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇപ്പോൾ F2 മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ F2ൻ്റെ ഔട്ടർ മോസ്റ്റ് ലെവലിൽ എത്ര ഉണ്ട്? ശരിക്കും 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഒക്ടെറ്റ്, അപ്പോൾ F2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 എഫുകൾ കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒക്ടെറ്റ് 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിൾ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലൂറിൻ്റെ ഒരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നു, ഈ ഫ്ലൂറിൻ്റെ ഒരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ 2 ഇലക്ട്രോൺസ് മ്യൂച്വലി ഷെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 2 ഫ്ലൂറിനാകുമ്പോൾ അതിന് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. അതുകൊണ്ട് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് 2ൻ്റെയും നടുവിൽ തന്നെയായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരെണ്ണത്തിൻ്റെ അടുത്തേക്ക് അത് പോവില്ല, ബിക്കോസ് ബോത്ത് ഹാവ് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ? രണ്ടും സെയിം ആറ്റംസ് ആയതുകൊണ്ട്. ഇനി ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കൂ. അപ്പോൾ ഹൈഡ്രജനെ ഒരെണ്ണാണുള്ളത്, ക്ലോറിനെ ഹാലജൻ. അപ്പോൾ ഔട്ടർ മോസ്റ്റിലെ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഹൈഡ്രജന് ഈ ക്ലോറിൻ്റെ ഒരെണ്ണത്തിനും കൂടിയും ഷെയർ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ സ്റ്റേബിളായി 2 ഉണ്ടായി ഔട്ടർ മോസ്റ്റിലെ. ക്ലോറിനാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഒരെണ്ണത്തിനും കൂടി ഷെയർ ചെയ്യാൻ കിട്ടിയാൽ 8 കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിനും കൂടുതൽ സ്റ്റേബിളാവും. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജൻ്റെയും ഹൈഡ്രജൻ്റെ ഒരെണ്ണം ക്ലോറിനും ഷെയർ ചെയ്യുന്നു, ക്ലോറിൻ്റെ ഒരെണ്ണം ഹൈഡ്രജനും ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ക്ലോറിനാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോറിനായിരിക്കും -1 ചാർജ് അപ്പിയർ ചെയ്യുക, ഹൈഡ്രജനെ +1 ചാർജ് ആയിരിക്കും അപ്പിയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് നിൽക്കുന്നത് ക്ലോറിൻ്റെ അവിടേക്കായിരിക്കും, ബിക്കോസ് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഹൈഡ്രജൻ്റെ ചാർജ് +1 ആയിരിക്കും, ക്ലോറിൻ്റെ ചാർജ് -1 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ഇനി റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ മോളിക്യൂൾ. കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് എലമെൻ്റൽ സ്റ്റേറ്റിലാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇനി സാധാരണ ഹാലജൻസിൻ്റെ ഒക്കെ -1 ആയിരിക്കും. ഓക്കെ, ഫ്ലൂറിനും -1 ആയിരിക്കും, അതർ ഹാലജൻസിനും -1 ആയിരിക്കും വെൻ ദേ ആർ ബോണ്ടഡ് ടു ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഹൈഡ്രജൻ ക്ലോറൈഡ്, അതിൽ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജൻ ആണ് ലെസ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസിനോട് ബോണ്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ കേസുകളിലൊക്കെ ഫ്ലൂറിൻ്റെയും അല്ലെങ്കിൽ ഹാലജൻസിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. Then group 1 elements, അതായത് ആൽക്കലി മെറ്റൽസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ഹാവ് ഓക്സിഡേഷൻ നമ്പർ +1
ഇപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻസിൻ്റെ ഒക്കെ ആൽക്കലി മെറ്റൽസിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? +1 ആയിരിക്കും. ദെൻ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. ഓക്കെ, ഇനി ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1 ഇൻ കോമ്പൗണ്ട്സ് എക്സെപ്റ്റ് ഇൻ അയോണിക് ഹൈഡ്രൈഡ്സ്. അതായത് സാധാരണ ഹൈഡ്രജൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. കുറച്ച് എക്സെപ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എക്സെപ്റ്റ് ഇൻ അയോണിക് ഹൈഡ്രൈഡ്സ്. ഓക്കെ, ചില അയോണിക് ഹൈഡ്രൈഡ്സിലൊക്കെ അതിന് വ്യത്യസ്തമായിട്ടുള്ള, എക്സാമ്പിൾ സോഡിയം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ്, അതിലൊക്കെ അതിന് വ്യത്യാസപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2 ഇൻ കോമ്പൗണ്ട്സ്. സാധാരണ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ -2 ആണ്. എക്സെപ്റ്റ് ഇൻ പെറോക്സൈഡ്സ്. പെറോക്സൈഡ്സിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ പെറോക്സൈഡ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ആദ്യത്തെ പെറോക്സൈഡ് ഏതാണ് പറയുന്നത്? H2O2, അതുപോലെ Na2O2 ഒക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു, H2O2 അല്ലേ, H2O2. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ +1 ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ +2 + x = 0 അല്ലേ. അപ്പോൾ x = -2. അപ്പോൾ 2 ഓക്സിജനാണ് -2 വരുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ പെറോക്സൈഡ്സിലൊക്കെ -1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. +2 + x, അതായത് ഓക്സിജൻ്റെ നമുക്ക് കാണണം, അതിനാണ് നമ്മൾ x എന്ന് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ +2 ആണ്. അപ്പോൾ +2 + x = -0. സോ x = -2. അപ്പോൾ 2 ഓക്സിജൻ്റെ ആണ് -2. അപ്പോൾ ഒരു ഓക്സിജൻ്റെ -1 ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. H2O2ലൊക്കെ -1 ആണ്, Na2O2ലൊക്കെ -1 ആണ്. ഓക്കെ, ദെൻ ഇൻ സൂപ്പർ ഓക്സൈഡ്സ് വേർ ഇറ്റ് ഈസ് -½ സൂപ്പർ ഓക്സൈഡ്സിൻ്റെ കേസിൽ എടുക്കുമ്പോൾ ഓക്സിജൻ്റെ -½ ആയിട്ടാണ് വരിക. അപ്പോൾ സൂപ്പർ ഓക്സൈഡിൻ്റെ എക്സാമ്പിളാണ് KO2 അല്ലേ, KO2. ഇപ്പോൾ KO2 എന്ന് പറയുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ, നമ്മൾ പറഞ്ഞു ആൽക്കലി മെറ്റൽസിൻ്റെ +1 ആണെന്ന് പറഞ്ഞു. +1 ദെൻ +x = 0. അപ്പോൾ x = -1 ആണ്. അപ്പോൾ 2 ഓക്സിജൻ്റെ ആണ് എന്ത്? -1 അല്ലേ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ എത്രയായിരിക്കും? -1/2. ഓക്കെ, അപ്പോൾ അതാണ് KO2 ലെ -½ ആയിരിക്കും. ദെൻ ഇൻ F2O then where it is +2 and in F2O2 where it is +1. അപ്പോൾ ആദ്യത്തെ കേസ് F2O എടുത്ത് നോക്കാം. F2O അല്ലേ. അപ്പോൾ F2 ഫ്ലോറിൻ്റെ സാധാരണ -1 ആണ് ഒരെണ്ണത്തിന്. അപ്പോൾ അവിടെ 2 എണ്ണം ഉണ്ട്. -2 + x = 0. therefore x = 2. അപ്പോൾ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ആ ഓക്സിജൻ്റെ ഫുൾ ചാർജും അതിന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഓക്സിജൻ്റെ എത്ര ഇവിടെ വരുന്നത്? +2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ F2Oയിലെ +2 വന്നു. അതുപോലെ F2O2 എന്ന് പറയുമ്പോൾ -2 ഫ്ലോറിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ +x 2 ഓക്സിജൻ്റെ എത്ര നമുക്കറിയില്ല, = 0. therefore x = +2. ഈ +2 എന്ന് പറയുന്നത് 2 ഓക്സിജൻ്റെ ആണ്. അപ്പോൾ 2 ഓക്സിജനാണ് ഈ +2. അപ്പോൾ ഒരു ഓക്സിജൻ എത്ര കിട്ടും? +1 കിട്ടുന്നു. അപ്പോൾ F2Oയിലെ +2 ആണ്. F2O2യിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. That is, in F2O it is +2 and in F2O2 it is +1. The neutral moleculesലെ algebraic sum of the oxidation numbers of all the atoms 0 ആയിരിക്കും ന്യൂട്രൽ മോളിക്യൂൾസിലെ. ഇനി for ions composed of only one atom the oxidation number is equal to the charge on the ion. ഒരു ആറ്റം മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ചാർജ് തന്നെയായിരിക്കും. ഇനി പോളിയാറ്റോമിക് ആണെങ്കിൽ the sum of the oxidation numbers of all the elements equal to the net charge of the ion. അതായത് അതിലുള്ള എല്ലാ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സമ്മായിരിക്കും നെറ്റ് ചാർജ് ഓഫ് ദി അയോൺ. അപ്പം നിങ്ങൾക്ക് 2 അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ട് ഇതിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ KMnO4 അത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായത് KMnO4ലെ നമുക്ക് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ നമുക്കറിയാം +1 ആണ്, മാംഗനീസിൻ്റെ അറിയില്ല. അപ്പോൾ നമ്മൾ x എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ സാധാരണ ഓക്സിജൻ്റെ ഒരെണ്ണത്തിൻ്റെ -2 ആണ്. അപ്പോൾ 4 എണ്ണത്തിൻ്റെ -8
സമം 0, ദാറ്റ് ഈസ് എക്സ് മൈനസ് 7 സമം 0, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു +7. അപ്പം മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ KMnO4 എത്രയാണ്? +7 ആണ്. ഓക്കെ, അതുപോലെ അടുത്തൊരു അസൈൻമെൻറ്റും ഉണ്ട്. ദാറ്റ് ഈസ് Cr2O7 2-. അതിലെ ക്രോമിയം ഒരെണ്ണത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. 2x ആണ്. ദെൻ പ്ലസ് അതായത് ഓക്സിജൻ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ -14 സമം നെറ്റ് ചാർജാണ് ഈ 2- ഈസ് ഈക്വൽ ടു -2 അല്ലേ. അപ്പോൾ 2x സമം -2 + 14 ആണ്. അപ്പോൾ 12y. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 6 വരും. അപ്പോൾ ഒരു ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം, ഒരു ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ Cr2O7 2- എത്രയാണ്? 6 ആണ്. അതായത് +6 ആണ്. അതുപോലെ ഇത് +7 ആണ്. അപ്പോൾ മൈനസ് ചാർജ് ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? പ്ലസ് ആണ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായെന്ന് കരുതുന്നു. ദെൻ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ PDF ആയിട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ദെൻ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മപ്പ് ചെയ്ത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ആൻ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ആണ്. റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാലോ ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുമ്പോഴാണ് അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ദെൻ എ സബ്സ്റ്റൻസ് വിച്ച് ബ്രിങ്സ് അബൌട്ട് ആൻ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതായത് ഓക്സിഡേഷൻ നടക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ എ സബ്സ്റ്റൻസ് വിച്ച് ബ്രിങ്സ് അബൌട്ട് ദ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. സോ ആൻ ഓക്സിഡന്റ് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എൻ എലമെന്റ് വിച്ച് അണ്ടർഗോസ് എ ഡിക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ. ദെൻ റിഡക്ഷൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഇൻ എൻ എലമെന്റ് വിച്ച് അണ്ടർഗോസ് എൻ ഇൻക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ ഇൻ എ റിഡോക്സ് റിയാക്ഷൻ. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ റിഡക്ഷൻ ആണ് നടക്കുക എന്ന് പറയാൻ പറ്റും. ഇത് കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു 2 എക്സാമ്പിൾസും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുകയാണ് ഒരു റിയാക്ഷനാണ്. MnO2-ഉം മാംഗനീസ് ഡയോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ. MnO2 + 4HCl gives MnCl2 + Cl2 + 2H2O. അപ്പോൾ നമ്മളിവിടെ 2 എണ്ണത്തിൻ്റെ കാര്യങ്ങളാണ്. ഒന്ന് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ -2 ആണ് അല്ലേ. അപ്പോൾ 2 ഓക്സിജൻ്റെ ആണെങ്കിൽ -4 ആയിട്ട് വരും. അപ്പോൾ മാംഗനീസിൻ്റെ എത്രയാണ്? +4 ആണ്. ഇനി MnCl2ലോ ഒരു ക്ലോറിൻ്റെ -1 ആണ്. അപ്പോൾ 2 ക്ലോറിൻ്റെ -2. അപ്പോൾ ആ മാംഗനീസിൻ്റെയോ +2 ആയി അല്ലേ. ഇതൊക്കെ പണ്ടോട്ടേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കലൊക്കെ. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കുറേ എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4-ൽ നിന്നും +2 ആയിട്ട് റിഡക്ഷൻ സംഭവിച്ചു അല്ലേ. അതായത് MnO2 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4-ൽ നിന്ന് +2 ആയിട്ട് ഈ റിയാക്ഷനിൽ മാറി. അതായത് MnO2 അണ്ടർഗോസ് റിഡക്ഷൻ ടു Mn2Cl2. MnO2 റിഡക്ഷൻ നടന്നിട്ടാണ് Mn2Cl2 ആയിട്ട് മാറി. സോ ദ ഓക്സിഡേഷൻ ഇവിടെ അപ്പോൾ MnO2 എന്നുള്ളത് Mn2Cl2 ആയി. അപ്പോൾ റിഡക്ഷൻ നടന്നു, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, +4-ൽ നിന്ന് +2 ആയി. ഇനി ക്ലോറിൻ്റെ കാര്യം നോക്കി നോക്കൂ. ക്ലോറിന് ഇവിടെ എത്രയാണ്? -1 ആണ്. ഇവിടെയോ ക്ലോറിൻ്റെ 0 ആണ്. അതായത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. -ൽ നിന്ന് അത് 0-ലേക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ HCl അണ്ടർഗോസ് ഓക്സിഡേഷൻ ടു Cl2. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് അല്ലേ സംഭവിച്ചത്. അപ്പോൾ HCl ഓക്സിഡേഷൻ നടന്നിട്ട് Cl2 ആയി. MnO2 റിഡക്ഷൻ നടന്നിട്ട് Mn2Cl2 ആയി. ഓക്കെ, so this MnO2 causes the oxidation of HCl to Cl2. So MnO2 is the oxidizing agent and HCl causes the reduction of MnO2 to Mn2Cl2 and HCl is the reducing agent.
അപ്പോൾ ഇവിടെ എമ്മിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 നിന്ന് +2 ആയി, ക്ലോറിൻ്റെ -1 നിന്ന് 0 ആയി. അപ്പോൾ മാംഗനീസിൻ്റെ ഇവിടെ കുറയുകയും ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ HCl ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരുന്നു, അത് 0 ആക്കി. അതായത് ഈ നിൽക്കണ MnO2 ആണ് HClൻ്റെ ഓക്സിഡേഷൻ നടത്തിയിട്ട് അതിനെ ക്ലോറിനാക്കി മാറ്റിയത്. അതുകൊണ്ട് MnO2 എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഈ നിൽക്കണ MnO2 ആണ് HClൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ -1 നിന്നും ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റായി 0യിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ MnO2 ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്. പിന്നെ ഇവിടുത്തെ HCl ആണ് MnO2നെ MnCl2 ആക്കി മാറ്റുന്നത്, അല്ലേ? റിഡക്ഷൻ സംഭവിക്കുന്നത്. കാരണം വെച്ചാൽ +4 നിന്ന് +2 ആയി, അപ്പോൾ അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. സോ HCl ഈസ് ദ റിഡ്യൂസിങ് ഏജന്റ്. സോ MnO2 ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് HCl ഈസ് ദ റിഡ്യൂസിങ് ഏജന്റ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിമ്പിളാണ്. ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവാം, പക്ഷെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ജസ്റ്റ് നമുക്ക് ഒരു റിയാക്ഷനും കൂടി നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. H2Sഉം HNO3യും തമ്മിലുള്ള റിയാക്ഷൻ. അപ്പോൾ H2S ആൻഡ് HNO3 ഗീവ്സ് NO + 3 സൾഫർ + 4 H2O. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിൽ HNO3യിൽ എത്രയായിരുന്നു? +5 ആയിരുന്നു. എന്നാൽ NO വരുമ്പോഴോ അത് +2 ആയി. അപ്പോൾ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5ൽ നിന്നും +2 ആയി കുറഞ്ഞു. ഇനി സൾഫറിൻ്റെയോ? ഇവിടെ റിയാക്റ്റൻറ്റിൽ അത് -2 ആയിരുന്നു. പ്രോഡക്റ്റ് എത്തിയപ്പോഴേക്കും അത് 0 ആയിട്ട് മാറി. അപ്പോൾ -2ൽ നിന്ന് 0 ആയിട്ട് മാറുകയാണ് ഇവിടെ സംഭവിച്ചത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും? HNO3 has undergone reduction to NO, അല്ലേ? And this H2S has undergone oxidation to sulfur. So HNO3 causes the oxidation of H2S to S and H2S causes the reduction of HNO3 to NO. അപ്പോൾ HNO3യിലെ NOൻ്റെ +5ൽ നിന്ന് +2 ആയി, സൾഫറിൻ്റെ -2ൽ നിന്നും 0 ആയിട്ട് മാറി. അപ്പോൾ HNO3 ഈ നൈട്രജൻ ഇവിടെ എന്ത് സംഭവിച്ചു? അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൽ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഇതിൽ അത് തന്നെ ഓക്സിഡേഷൻ, സൾഫറിന് ഓക്സിഡേഷൻ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് സംഭവിച്ചത്. അപ്പോൾ HNO3 is the oxidizing agent which causes the oxidation of H2S to 3S, 3 sulfur, and H2S is the reducing agent which causes the reduction of HNO3 to NO. ഈ രണ്ട് എക്സാമ്പിളും നിങ്ങൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പറൊക്കെ എഴുതി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയൊരു പാർട്ട് ഇവിടെ കഴിയാണ്. ഓക്കെ, ചെറിയൊരു പാർട്ടാണിത്. അത് നിങ്ങളെ മൊത്തം വായിച്ച് എല്ലാത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ സ്വയം തന്നെ എഴുതി നോക്കുക, പരിശീലിക്കുക. ഓക്കെ.